കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ വർക്കിൻ്റെ തിരക്കുകൾ കാരണം കുറേ വീഡിയോ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു വീഡിയോയിൽ WPCയുടെയും PVCയുടെ ഒക്കെ ലൂവർ പാനലിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പലരും ഈ പാനലിൻ്റെ പ്രൊജക്ഷൻ എന്താണെന്ന് അതിൽ പറഞ്ഞപ്പോൾ അത് എന്താണ് ഈ പ്രൊജക്ഷൻ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഭിത്തിയിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഓരോ പാനലും പല MM-ൻ്റെയാണ് ഇതിൻ്റെ തിക്നെസ്. അതായത് തിക്നെസ് എന്ന് പറയുന്നതിൻ്റെ പ്രൊജക്ഷനാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അത് വരുന്നത്. അപ്പോൾ ഇതേപോലെ പ്രൊജക്ഷൻ കുറവുള്ള പാനലുകളിൽ ഇങ്ങനെ തട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ പൊട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. എന്നാൽ 24 mm 19 mm പാനലുകളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഹാർഡായ സാധനങ്ങൾ നല്ലതുപോലെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാനും ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയല്ല, അങ്ങനെ ഇടയ്ക്ക് നമ്മൾ പാനൽ ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഡാമേജ് വന്നാൽ പിന്നീട് അത് റീപ്ലേസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ആ ഭാഗം മാത്രം മാറ്റുന്നതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതേപോലെ അതിൻ്റെ നമ്മൾ ആ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ കോർണറിൽ പകുതിക്ക് നിർത്തേണ്ട ഭാഗങ്ങളിൽ എൽ കോർണർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇതാണ് എൽ കോർണർ. ഇതേപോലെ പാനലിൻ്റെ തന്നെ കളറിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഇതേപോലെ എൽ കോർണറുകൾ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ അന്ന് പറഞ്ഞത്. കുറച്ചുകൂടി ബ്രീഫായിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതാണ്, പലരും ഡൗട്ട് ചോദിച്ചത് കാരണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.